തിരഞ്ഞെടുപ്പ് വന്നാൽ എ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി, ഐ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാൽ കാലം മാറി. ഇപ്പോൾ AI സ്ഥാനാർത്ഥി വന്നിരിക്കുകയാണ്. ബ്രിട്ടനിലാണ് ഈ അപൂർവത. സ്റ്റീവ് എൻഡ്കോട്ട് എന്ന വ്യവസായിയുടെ AI അപര വ്യക്തിത്വമായ AI സ്റ്റീവ് ആണ് സ്ഥാനാർത്ഥിയാകുന്നത്. ബ്രൈറ്റൺ പവലിയൻ എന്ന മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്രനായാണ് മത്സരം. തുളസി വിവരങ്ങൾ നൽകും. തുളസി വരൂ. ഇത് എ ഗ്രൂപ്പ് അല്ല, ഐ ഗ്രൂപ്പ് അല്ല, AI അല്ലേ? എനിക്കിതിൽ കൗതുകം തോന്നുന്ന വിഷയം എന്ന് പറയുന്നത് ഈ AI സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നിരിക്കട്ടെ, നാട് AI ഭരിക്കുവോ? സംശയമില്ലാതില്ല. പക്ഷെ നിലവിൽ ഇപ്പം സ്റ്റീവ് എൻഡ്കോട്ടിന്റെ AI വേർഷൻ അല്ല, സ്റ്റീവ് ഭരിക്കും എന്നാണ് പറയുന്നത്. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AIയുടെ സാങ്കേതിക വിദ്യയുടെ വിവിധമായ ആശയങ്ങളും അതിൻ്റെ സാധ്യതകളും ഇപ്പം ലോകം പല രീതിയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ജൂലൈ 4 ബ്രിട്ടനിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലാണ് സ്റ്റീവ് എൻഡ്കോട്ട് എന്ന് പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ AI വേർഷൻ, അതിന് പേരിട്ടിരിക്കുന്നത് AI സ്റ്റീവ് എന്നാണ്. അപ്പം ഈ AI സ്റ്റീവിന് പകരമായിട്ട് മത്സരിക്കുന്നത്. ഈ AI സ്റ്റീവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് എ ടൈം ഒരേ സമയം 1000 പേരോട് വരെ സംസാരിക്കാനായിട്ട് നമ്മുടെ ഈ AI സ്റ്റീവിന്, ഈ സ്റ്റീവ് എൻഡ്കോട്ടിന്റെ AI സ്ഥാനാർത്ഥിക്ക് സാധിക്കും. അതുപോലെ തിരിച്ച് സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങോട്ടും പൊതുജനങ്ങൾക്ക് ഇങ്ങോട്ടും സ്റ്റീവിനോടും AI സ്റ്റീവിനോടും സംസാരിക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ AI സാങ്കേതിക വിദ്യ സ്റ്റീവ് എന്തുകൊണ്ട് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ, പുള്ളി നേരത്തെ 2022 സ്റ്റീവ് എൻഡ്കോട്ട് മത്സരിച്ചിരുന്നു. പക്ഷെ അന്ന് പുള്ളി 8 നെല്ലിൽ പൊട്ടി എന്നുള്ളതാണ്. അപ്പം പുള്ളിക്ക് നിലവിലെ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമായിട്ടും പൊതു തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് രീതികളൊക്കെ ആയിട്ടും പുള്ളിക്ക് ഇത്തിരി എതിർപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ എതിർപ്പ് മറികടക്കാനായിട്ട് കൂടുതൽ ജനങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കാനും കൂടെ ആയിട്ടാണ് സ്റ്റീവ് AI രൂപത്തിനെ ഇറക്കിയിരിക്കുന്നത്. അപ്പം നിലവിൽ ഇപ്പം നമ്മുടെ ഈ സാങ്കേതിക വിദ്യയുടെ ഇത്രയും വളർന്നു വന്ന ഒരു കാലഘട്ടത്തിൽ AI കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഏറെ കൗതുകം ഉള്ളൊരു കാര്യമാണ്. അപ്പം ഈ റോഷൻ നേരത്തെ ചോദിച്ചതുപോലെ, ഇൻ കേസ് ഇനി അവിടെ സ്റ്റീവ് എൻഡ്കോട്ടാണ് വിജയിക്കുന്നതെങ്കിൽ സ്റ്റീവ് തന്നെയായിരിക്കും അവിടെ പാർലമെന്റിലേക്ക് എത്തുക. സ്ഥാനാർത്ഥി ഒപ്പം കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതെ, പ്രചാരണമൊക്കെ എളുപ്പമായിട്ടുണ്ടാവൂലേ? അപ്പോൾ തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, AI കാൻഡിഡേറ്റ് ആയതോടുകൂടെ ആളുകളിലുള്ള കൗതുകമേറി അവർക്ക് അതിനുള്ള സാധ്യതകൾ കൂടുതലായിട്ട്, എങ്ങനെയാണ് ഇത്, എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാനുള്ള ഒരു കൗതുകം ജനങ്ങൾക്ക് കൂടിക്കഴിഞ്ഞു. മാത്രമല്ല, നമ്മുടെ ഈ ചാറ്റ് ബോട്ടിന്റെ സംവിധാനത്തോടു കൂടെ നമ്മുടെ ഈ ഗൂഗിൾ ജെമിനി, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ എല്ലാം സഹായത്തോടു കൂടെ, ഈ ഒരു AI ചാറ്റ് ബോട്ടിന്റെ സഹായത്തോടു കൂടെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം അതേറെ കൗതുകം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഈ AIയുടെ സാങ്കേതിക വിദ്യയുടെ ഈ ചാറ്റ് ബോട്ട് ആയിക്കോട്ടെ, ഗൂഗിൾ ജെമിനി ആയിക്കോട്ടെ, ഇതെല്ലാം വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു നിലയിൽ ഇപ്പം AI സ്ഥാനാർത്ഥി എന്ന് പറയുമ്പം അത് ബ്രിട്ടനിൽ നിലവിൽ വളരെയധികം കൗതുകം നിറഞ്ഞ് ആളുകൾ ഏറ്റെടുത്തു എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ജൂലൈ 4 ആളുകൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ നമുക്കിനി നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതെ, നമ്മൾ പഴഞ്ചൊല്ലി പോലെ പറയാറുണ്ടല്ലോ, ശാസ്ത്രം വളർന്നു മനുഷ്യൻ തോറ്റു എന്നുള്ളത്. തീർച്ചയായിട്ടും. സ്ഥാനാർത്ഥി തോറ്റു കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്തി പറയേണ്ടി വരും. ശാസ്ത്രം വളർന്നു ശാസ്ത്രം തോറ്റു. തീർച്ചയായിട്ടും. താങ്ക് യു തുളസി.